ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ അടുത്തൊരു പ്ലാനുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഓഫ് കോഴ്സ് നമ്മൾ അമ്മച്ചീൻ്റെ കൂടെ തന്നെ അമ്മച്ചിയുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിച്ചു 12 o'clock ആകുമ്പോൾ വരാൻ പറ്റുമോ, നമുക്ക് ഒരു സ്ഥലം വരെ പോവാം, ഹണി എടുക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ, നമ്മൾ പിന്നെ എന്തെങ്കിലും കഴിക്കാൻ കാത്ത് നിൽക്കുകയാണല്ലോ, അപ്പോൾ പോവാമെന്ന് വിചാരിച്ചു. അപ്പം വന്നപ്പോൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് 2 കോഫിയൊക്കെ ഓർഡർ ചെയ്തിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കോഫിയൊക്കെ കുടിച്ചു. എന്നിട്ടിപ്പം ഇങ്ങനെ നടക്കുകയാണ്. കുറച്ച് അത്യാവശ്യം നടക്കാനുണ്ട്. സോ നമ്മളിപ്പം ബസ് എടുത്തിരിക്കുകയാണ്. നമുക്ക് അത്യാവശ്യം നല്ലോണം നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ബസ് എടുക്കാമെന്ന്. നമുക്ക് ഓൺലൈനിലാണ് കേട്ടോ ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നത്. നമുക്ക് ഇവിടെ കയറുമ്പോൾ തന്നെ സ്കാൻ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സ്റ്റോപ്പ് എത്താനാവുമ്പോൾ ഈ ഒരു ബട്ടൺ സൈഡിലുണ്ടാവും. അത് പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ആരും കയറാനും ഇല്ലെങ്കിൽ ബസ് നിർത്തൂല. അപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല, പക്ഷേ അവിടേക്കാണ് ഒരു മോൾ എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ മോളിൻ്റെ അത്ര ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങളെത്തി. ഇനിയിപ്പം ഇവിടെ എവിടെയോ ആണ് ലൊക്കേഷൻ കാണിക്കുന്നത്. സോ നമ്മൾ ഹണി വാങ്ങി, പക്ഷെ ഞങ്ങൾ വാങ്ങിയില്ല. അപ്പോൾ അമ്മച്ചിക്ക് ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളാണ് ഈ 350 സെക്ക് കൊടുത്തത്. പ്ലസ് വേറൊരു 350 സെക്ക് ഉണ്ടല്ലോ, 2 വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അവർ പറഞ്ഞു നാളെ ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞു, ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതവർ സമ്മതിച്ചു. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു സർപ്രൈസായി തോന്നി കേട്ടോ. കാരണം മുന്നേ പരിചയമില്ലാത്ത 2 ആൾക്കാരാണ്. അപ്പോൾ അവർ നാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുമ്പം ഓക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ഒരു ട്രസ്റ്റാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ. സോ ഇവിടെ നമ്മൾ ബസ് ടിക്കറ്റ് എടുത്താൽ നമുക്ക് 90 മിനിറ്റ്സ് ടൈം കിട്ടും കേട്ടോ. ആ 90 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് പോകാനും പറ്റും. നമ്മളിപ്പോൾ എന്തായാലും 90 മിനിറ്റ്സ് ആയിട്ടില്ല, ഇനിയും ഉണ്ട്. എനിക്ക് തോന്നുന്നു 25 മിനിറ്റ്സോ ഹാഫ് ആൻ അവറൊക്കെ ഉണ്ട് ഇനിയും. അപ്പം എന്തായാലും നമ്മൾ സെയിം ടിക്കറ്റിൽ തന്നെയാണ് തിരിച്ച് അങ്ങോട്ടും പോകാൻ പോകുന്നത്. ഞാനും അമ്മച്ചിയും കൂടി നടക്കുകയാണ് കേട്ടോ. അമ്മച്ചീൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അരുൺ വീട്ടിലേക്ക് പോയി. നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവൻ ഇനി വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ 2 കൂടി പോവുകയാണ്. അപ്പോൾ അരുണില്ലാതെ ആദ്യമായിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അമ്മച്ചി ഉണ്ട്, എന്നാലും അരുണില്ലല്ലോ. ഓക്കെ, അമ്മച്ചീൻ്റെ ബാഗൊക്കെ എനിക്ക് പിടിക്കാൻ തന്നിട്ടുണ്ട്. ഞാൻ ചോദിച്ചതാട്ടോ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പം വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് പിടിക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചിയുടെ ലോകം എന്ന് പറയുന്നത് പൂച്ചകളാണ് കേട്ടോ. അത് ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും. അമ്മച്ചിയുടെ സാധനങ്ങളെക്കാൾ കൂടുതൽ പൂച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് അവിടെ കയറിയപ്പം കുറച്ച് മെസ്സായി തോന്നിയെങ്കിലും ആ പൂച്ചകൾക്ക് അത് ശരിക്കും ഒരു സ്വർഗം തന്നെ ആയിരിക്കും എന്ന് പിന്നെ എനിക്ക് തോന്നി കേട്ടോ. ടേസ്റ്റ് ആൻഡ് ടെൽ മീ ഹൗ ഇസ് ഇറ്റ്. അവരെന്നെ ഉണ്ടാക്കിയ ഐസ്ക്രീം ഞാനാ ചോദിക്കുന്നത്. ഇറ്റ്സ് ഇറ്റ് ഗുഡ് എന്ന്. It's super sweet, but it's good. ഞാൻ എനിക്ക് വേണ്ടി എടുത്ത ഐസ്ക്രീം ആട്ടോ ഒരു കഴിക്കുന്നത്. സാരമില്ല.
അമ്മച്ചീൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. ഐസ്ക്രീമൊക്കെ കഴിച്ചു. നമുക്ക് ഹണിയും ഒരു ജാറിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇനി വീട്ടിൽ പോട്ടെ. ബൈ. See you. Ciao, later. അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം വീട്ടിലേക്ക് പോകണം. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഈ വഴി നടക്കണോ ആ വഴി നടക്കണം? നമുക്ക് വന്ന വഴി തന്നെ പോവാം, അതായിരിക്കും നല്ലത്. ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ നോക്കട്ടെ. ഹണിയൊക്കെ ഇതാ കയ്യിൽ ഉണ്ട്. കുറച്ച് മഷ്റൂംസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു കേട്ടോ. അമ്മച്ചില്ലോണ്ട് നമുക്കിങ്ങനെ കുറേ ഇവിടുത്തെ ലോക്കൽ കാര്യങ്ങളൊക്കെ കുറേ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ഹണിയൊന്നും പോയി വാങ്ങുക അങ്ങനത്തെ ഒന്നും ഞങ്ങളൊരിക്കലും ചെയ്യൂല കേട്ടോ. അപ്പോൾ അമ്മച്ചി ഉള്ളതുകൊണ്ടാണ്. ക്രോസിംഗ് ഒന്നുമല്ല. അപ്പോൾ അമ്മച്ചി ഉള്ളതുകൊണ്ടാണ് നമുക്കത് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ അമ്മച്ചി ഇനി പോകും എന്നൊക്കെ പറയുന്നുണ്ട്. തായ്ലാൻഡിലേക്ക് തിരിച്ചിട്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. പോകില്ലാന്ന് വിചാരിക്കുക. വന്ന വഴി മറന്നു കേട്ടോ. ഞാൻ ആ ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ കൂടെ നടക്കുകയാണ്. ഏകദേശം റോഡ് എത്താനായിട്ടുണ്ട്. വീട്ടിലേക്ക് എത്താനായി. ഒരു 100 മീറ്റർ ഒക്കെ ഉള്ളൂ ഇനി. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ കമൻറ്റും ചെയ്തോളൂ കേട്ടോ. നമ്മളൊന്നിനൊരു മടി വിചാരിക്കരുത്. അപ്പം ഓക്കെ. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.